ഉസ്താദേ, ഈ ബിദ്അത്തുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് ചില ഇമാമികൾ ചില കിതാബുകൾ രചിച്ചു. ഇപ്പോൾ നവഇമാമിൻ്റെ ഒരു ഉസ്താദായ അബൂ ഷാമ റഹിമഹുല്ലാ അൽ ബാഇസ് അല ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഒരു കിതാബ് രചിച്ചു. അതിൽ പുത്തനാചാരങ്ങളെ മുഴുവൻ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ കിതാബിൽ നബിദിനം വന്ന സമയത്ത് അവരൊന്ന് ട്രാക്ക് മാറി, ഇത് വളരെ നല്ല കാര്യമാണ്, കൂലി കിട്ടുന്നതാണ്. എന്തായിരിക്കും അബൂ ഷാമയെ പോലെയുള്ള ഇത്രയും ബിദ്അത്തിനെ, കർശനമായി ബിദ്അത്തുകളെ എതിർത്ത വേറൊരു കിതാബ് തന്നെ കണ്ടിട്ടില്ല എന്ന് പറയാം. അത്രയും അതിന് വളരെയധികം ഗൗരവത്തിലെടുത്ത ഇമാം പോലും ഈ നബിദിനാഘോഷത്തെ ഇങ്ങനെയും സപ്പോർട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത്. റബീഉൽ അവ്വൽ നബിദിനാഘോഷം അതിനെ എതിർത്തുകൊണ്ട് ലോകത്ത് വാസ്തവം പറഞ്ഞാൽ ഒരു ഇമാമും സംസാരിക്കാനിടയില്ല. അതിന് തെളിവാണ് ഇമാം അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബാഇസ് അല ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ തന്നെ നബിദിനാഘോഷത്തെ പുകഴ്ത്തി എന്നത്, പ്രോത്സാഹിപ്പിച്ചു എന്നത്. മഹാനവറുകൾ ബിദ്അത്തിനെ, മഹാനവറുകൾ എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയതും ഇപ്പം നിലവിലുള്ളതുമായ എല്ലാ പണ്ഡിതന്മാരും ബിദ്അത്തിനെ ശക്തമായി പ്രതിരോധിച്ചവരാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതാണ് വിഷയം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ് അതിന് വിരുദ്ധമായി, നമ്മൾ അടിവരയിടേണ്ട ഭാഗമാണ്, അതിന് വിരുദ്ധമായി സംഘടിപ്പിക്കപ്പെടുന്ന ആചാരങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇമാം ഇങ്ങനെ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൈഹഖി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഇമാം ഷാഫി റളിയല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ റളിയല്ലാഹു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കിതാബ് അറിയുന്ന ആളുകൾക്ക് വ്യാപകമായി അറിയാവുന്ന വിഷയമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസിനും വിരുദ്ധമായി. അതിൻ്റെ ഉദാഹരണങ്ങൾ എമ്പാടും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണ് എന്നുള്ള ഒരു വാദം കടുത്ത ബിദ്അത്താണിത്. സ്ത്രീകൾക്ക് പള്ളി പുണ്യമാണെന്ന് വാദിക്കുന്ന ഒരു വിഭാഗവും ലോകത്ത്, വാസ്തവത്തിൽ കേരളത്തിൻ്റെ ടാവട്ടത്തിലുള്ള ഏതാനും മൗലവിമാരല്ലാതെ പുറത്ത് ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം സ്ത്രീ പക്ഷത്ത് നിൽക്കുന്ന ഒരാശയമാണ് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നുള്ളത്. സ്ത്രീകളുടെ മഹത്വത്തിൻ്റെയും അവരോടുള്ള ഇസ്ലാമിൻ്റെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെ ഒക്കെ ഭാഗമായി അള്ളാഹു തആല നൽകിയിട്ടുള്ള ഒരു നിയമമാണ് സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം. വീട്ടിലേക്ക് കൊണ്ടുപോയി നൽകുകയാണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലം. അത് അവരെ ആദരിച്ചുകൊണ്ട് അവർക്ക് പള്ളിയിൽ തീരെ കയറിക്കൂടാത്തൊരു വർഗ്ഗമായതുകൊണ്ടല്ല, അവർക്ക് ഹജ്ജിന് പോകാമല്ലോ, മസ്ജിദുൽ ഹറാം പോകാം. പക്ഷേ അതേ സമയത്ത് അവർ മറ്റു പള്ളികളിലേക്ക് പോകേണ്ടതില്ല. അവരുടെ സുരക്ഷിതത്വവും അവരുടെ ശാരീരിക മാനസികമായ ഘടകങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാം നൽകിയ ഒരു നിയമമാണ് സ്ത്രീകൾക്ക് വീടാണ് പുണ്യം എന്നുള്ളത്. അതിനെ മാറ്റിമറിക്കുക ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, ഇജ്മാഇനെതിരാണ്, ഖിയാസിനെതിരാണ്. അതേപോലെ നമ്മുടെ ഖുതുബ പ്രാദേശിക ഭാഷയിലാക്കണം എന്ന വാദം, അതിന് ഇസ്ലാമിൻ്റെ ഒരു സൗന്ദര്യമാണല്ലോ. ലോകത്ത് എവിടെ പോയാലും ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ അറബിയിലാവുക, അതിനെ മാറ്റിമറിക്കുക പ്രായോഗികമല്ല, ബുദ്ധിപരമല്ല ആശയം. കാരണം ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യം എന്ന് നോക്കിയാൽ നമുക്കറിയാം, ഒരു ഏകദേശ പള്ളികളിലും വിവിധ ഭാഷക്കാരായ ആളുകൾ സംബന്ധിക്കുന്ന ജുമഅ ആണ്. അവിടെ ഒരു ഭാഷയിൽ, അത് ഇസ്ലാമിൻ്റെ ഔദ്യോഗിക ഭാഷ അറബിയിൽ ആകണം എന്നാണ് നമ്മളെ ബുദ്ധിയും അത് ലോകത്തിൻ്റെ രീതിയൊക്കെ അങ്ങനെയാണ്. അതെ, ആ സൗന്ദര്യം ഈ ഖുതുബയിലും ആചാരമാണല്ലോ. പക്ഷേ അത് പ്രാദേശിക ഭാഷയിലാകണമെന്ന് കേരളത്തിലെ മൗലവിമാർ വാദിച്ചു. ബിദ്അത്താണ്. അതിനോടൊക്കെ കടുത്ത സമീപനാണ് നമുക്ക്. കാരണം അള്ളാഹുവിൻ്റെ നിയമത്തെ ഭേദഗതി വരുത്തലാണത്, ഇസ്ലാമിക നിയമത്തെ മാറ്റിമറിക്കലാണത്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ വിരുദ്ധ സമീപനാണ്. ഒരു മുസ്ലിം സമൂഹത്തിൻ്റെ ഭരണഘടന ഖുർആൻ വിരുദ്ധ സമീപനാണ്. ഈ നബിദിനാഘോഷത്തെ എതിർക്കുന്നതും ആ ഒരു സമീപനം തന്നെയായി നമ്മൾ കാണണം, ബിദ്അത്തായി കാണണം. നബിദിനാഘോഷമല്ല, നബിദിനാഘോഷത്തെ എതിർക്കുന്നത് ബിദ്അത്താണ്, പുത്തൻവാദമാണ് ബിദ്അത്ത്. കാരണം സഹാബത്ത് നബിദിനാഘോഷത്തെ അംഗീകരിക്കുന്നു. അവർ അന്നത്തെ കാലത്ത് ഈ മൗലിദ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, അവർ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ്. നബിദിനാഘോഷത്തെ ഒരാൾ എതിർക്കുന്നു. ഉദാഹരണത്തിന് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരാൾ വാദിച്ചു, അപ്പം ഇത് പുത്തൻവാദമാണ്. സഹാബത്തിൻ്റെ കാലത്ത് മൊബൈൽ ഇല്ല എന്നത് അത് ബിദ്അത്താകാതിരിക്കാനുള്ള ന്യായമല്ല, ബിദ്അത്താണ് ആ വാദം. മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ ഹൃദ്യമായ ഒരു അനുഭവം പറയാം. ഒരാൾ മസ്ജിദുൻ നബവിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരാൾ ഹെഡ്സെറ്റ് വിതരണം ചെയ്യുന്നു സദഖയായിട്ട്. ഇങ്ങനെ ഹെഡ്സെറ്റ് ഓരോരുത്തർക്കും എന്ത് ചെയ്യാണ്, വിതരണം ചെയ്ത് ഇങ്ങനെ പോവാൻ. അയാൾ സദഖ ചെയ്യാം. അപ്പോൾ ഹെഡ്സെറ്റ് സദഖ ചെയ്ത് അയാൾക്ക് കൂലി കിട്ടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ സഹാബത്ത് ചെയ്തോ, നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ചെയ്തിട്ടില്ല, സഹാബത്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ സഹാബത്ത് അംഗീകരിച്ച, സഹാബത്ത് പ്രോത്സാഹിപ്പിച്ച, താത്വികമായി പ്രോത്സാഹിപ്പിച്ച, നബി സല്ലല്ലാഹു തങ്ങൾ പ്രോത്സാഹിപ്പിച്ച, ഖുർആൻ പ്രോത്സാഹിപ്പിച്ച പ്രക്രിയയാണ് നബിദിനാഘോഷം. അപ്പം അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ മുബ്തദിയാകും. ആ ബിദ്അത്ത്, അതിനെതിരെയാണ് അബൂ ഷാമ ശബ്ദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിൽ ഏറ്റവും നല്ല ആചാരമാണ് നബിദിനാഘോഷം
എന്ന് ഉമിൻ അഹ്സനി മബ്തുദിഅ എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ശാമ റളിയല്ലാഹു അൻഹു പ്രോത്സാഹിപ്പിച്ചത്. അത് ചില തിരിച്ചറിവില്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. കൗതുകം എന്താന്ന് വെച്ചാൽ ചില ആളുകൾ ഇപ്പം അടുത്ത് വളരെ ഒറ്റപ്പെട്ട ആളുകൾ നബിദിനത്തെ വിമർശിക്കാൻ വേണ്ടി അബൂ ശാമയെ ഉദ്ധരിച്ചു. അത് വാസ്തവം പറഞ്ഞാൽ അബൂ ശാമ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കടുത്ത അക്രമമാണത്. ഇമാമിങ്ങളോട് മുഴുവൻ ചെയ്തിട്ടുള്ള അക്രമമാണത്. അത് അത്തരം ആളുകൾ അത് തിരിച്ചറിയും. നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഈ സംസാരം കേട്ടാൽ ഒരുപക്ഷെ അവർ പോലും അത് തിരിച്ചറിഞ്ഞ് വസ്തുത ഉൾക്കൊള്ളും. അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. അവർക്കും അള്ളാഹു അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയ എല്ലാവർക്കും അള്ളാഹു ഹിദായത്തിൻ്റെ വെളിച്ചം നൽകട്ടെ. നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്.